രണ്ടുപേരുമായിട്ടുള്ള ബന്ധം രണ്ട് തരത്തിലാണ്. മോഹൻലാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂൾ മേറ്റ് ആയിരുന്നു, എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചാണ്. അപ്പോൾ അന്ന് തൊട്ടേ ഉള്ള ഒരു അടുപ്പമുണ്ട്. ആ രീതിയിൽ കൂടുതൽ സ്വാതന്ത്ര്യം മോഹൻലാലുമായിട്ടുണ്ട്. മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമുക്കൊരു റെസ്പെക്റ്റിൻ്റെ എലിമെൻ്റ് ഉണ്ട്. നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സും ഓരോ സമയത്ത് ഇപ്പോൾ ജോണി ചോദിച്ച പോലെ ഇനി എന്താണ് ഉദ്ദേശം, ഇങ്ങനെ പോയാൽ മതിയോ, ഒരു അവാർഡൊക്കെ വാങ്ങണ്ടേ, താൻ അവാർഡ് സിനിമയുടെ ഒരു ശ്രമം നടത്താത്തത്. അങ്ങനെയുള്ള നമ്മുടെ കരിയർ അഡ്വാൻസ്മെൻറ്റിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്ന ആളാണ് മമ്മൂക്ക. ലാലാണെങ്കിൽ ഒരു ഹ്യൂമറിൻ്റെ കാര്യം, തമാശ ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സംഭവം എലിമെൻ്റ് എപ്പോഴും. ലാലിന് പിന്നെ പേഴ്സണലായിട്ടുള്ള കാര്യത്തിൽ എനിക്ക് എൻ്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഉണ്ടായ അച്ചീവ്മെൻറ്റിനെ കുറിച്ച് ലാൽ എപ്പോഴും മറ്റുള്ളവരോട് പറയില്ല. ഒരു പക്ഷേ താങ്കളുടെ വ്യക്തിപരമായ ഉത്കർഷയിൽ കൂടുതൽ താല്പര്യമുള്ള ആൾ മമ്മൂട്ടിയാണെന്നാണോ പറഞ്ഞതിൻ്റെ അർത്ഥം? എന്ന് പറയാൻ പറ്റില്ല. രണ്ടുപേർക്ക് രണ്ട് ലൈനാണ്. ഞാൻ പറഞ്ഞില്ലേ, പ്രൊഫഷണലായിട്ടുള്ള ഒരു കാര്യത്തിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. രണ്ടുപേരും എൻ്റെ കാര്യങ്ങളിൽ എൻ്റെ ഉയർച്ചയിൽ അവർക്കുള്ള താല്പര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നോട് പറയുമ്പോഴല്ല, വേറെ ആൾക്കാരോട് എന്നെക്കുറിച്ച് അവർ പറയുന്നത് രണ്ടുപേരും അവർ എന്നിൽ കണ്ടിട്ടുള്ള പ്ലസ് പോയിന്റ്. ആരുടെ കൂടെ ജോലി ചെയ്യുന്നതാണ് താങ്കൾക്ക് കൂടുതൽ സുഖം എന്ന് ചോദിച്ചാൽ സത്യം പറയുമോ? സത്യം പറയാം. അതിൽ ഡിപ്ലോമസിയുടെ പ്രശ്നം ഉദിക്കുന്നില്ല. ഒരു ആക്ടർ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ, നേരത്തെ ചോദിച്ചില്ല, എൻ്റെ ഏറ്റവും വലിയ പ്ലസ് എൻ്റെ ടാലൻറ്റിനേക്കാളും ഞാൻ പറയുന്നത് എൻ്റെ അഡാപ്റ്റബിലിറ്റിയാണ്. എനിക്ക് ലോകത്ത് ഏത് നടനുമായിട്ടും അഭിനയിക്കാം. ഇന്ന് ഹോളിവുഡിലെ ഏറ്റവും മാർക്കറ്റുള്ള നടനുമായിട്ട് എനിക്ക് നാളെ പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. അവരുമായിട്ടുള്ള ഒരു റാപ്പോർട്ട് ഞാൻ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കും. ഷാറുഖ് ഖാനുമായിട്ട് ഞാൻ നല്ല സിങ്കായിരുന്നു. എനിക്ക് ആരുമായിട്ടും വർക്ക് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല. അത് എൻജോയ്മെൻറ്റും ഉണ്ട്. അല്ല, എന്താ എനിക്ക് പ്രശ്നം? അതെ, അപ്പോൾ അത് കൂടുതൽ എൻജോയ്മെൻറ്റ് കൂടുതൽ എന്നുള്ളൊരു എൻജോയ്മെൻറ്റ് റിലേറ്റീവ് അത് ഒരിക്കലും ഇല്ല. കാരണം റോൾസിൽ നോക്കുമ്പോൾ ഏതാണ് ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല. കമ്പാരിസണിൽ കുട്ടേട്ടനും ഹിറ്റ്ലറിലും ഒക്കെ തന്നെ, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ബൽറാമിലും മമ്മൂക്കയായിട്ട് വളരെ സിങ്കായിട്ട് ഇല്ലെങ്കിൽ ഈ ഒരു ആരോപണമായിട്ട് ഉന്നയിക്കുകയാണെങ്കിൽ മോഹൻലാലുമായിട്ട് ബട്ടർഫ്ലൈസിലും വന്ദനത്തിലും മാന്ത്രികത്തിലും ഒക്കെ കാണിച്ച ആ ഒരു സന്തോഷം, സുഖം ഹിറ്റ്ലറിൽ കിട്ടിയില്ലല്ലോ എന്ന് ആരും പറയുന്നില്ല. മലയാള സിനിമയിൽ ഈ ലാലിൻ്റെയും മമ്മൂട്ടിയുടെയും കാലം എന്നാ കഴിയുക? അത് ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട്സ് വന്നല്ലാതെ അവരുടെ റിലവൻസ് പോവില്ല. ഇപ്പോഴുള്ളവരൊന്നും അതിന് കഴിവില്ലാത്തവരാണ് എന്നാണ്? കഴിവില്ലാത്തവരാണെന്നല്ല, അവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ടുകളല്ല. ഇപ്പം മമ്മൂക്കയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന പല വേഷങ്ങൾക്കും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറൊരു നടനെ അപ്പോൾ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. മോഹൻലാലിന് വേണ്ടി ഇപ്പം ചിന്തിക്കുന്ന, ഇല്ലെങ്കിൽ പിന്നെ അങ്ങ് ഇഷ്ടംപോലെ സിനിമകൾ വരുമല്ലോ.